ഹലോ ഗായ്സ്, എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ വീണ്ടും നമ്മുടെ പഴയ കൈൻമാസ്റ്ററിലേക്ക് തന്നെ തിരിച്ചു വന്നു. ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ ഡിസ്പ്ലേയിൽ കണ്ടതുപോലെ തന്നെ ഒരു ബർത്ത്ഡേ എഡിറ്റിംഗ് വീഡിയോ ആയിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ആദ്യം തന്നെ കൈൻമാസ്റ്റർ ആപ്പ് ഓപ്പൺ ചെയ്യുക, പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്യുക, നമ്മുടെ റേഷ്യോ സെലക്ട് ചെയ്യുക. അപ്പോൾ ഞാൻ 9:16 സെലക്ട് ചെയ്തത്. ഫോട്ടോ ഡിസ്പ്ലേ മോഡ് ഫില്ല് കൊടുത്തു. ഡ്യൂറേഷൻ നമുക്ക് 4 or 3.5 നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ 4 കൊടുത്തു, നെക്സ്റ്റ് കൊടുത്തു. ഇനി നിങ്ങൾ ആരുടെ ബർത്ത്ഡേ വീഡിയോ ആണോ എഡിറ്റ് ചെയ്യുന്നത് അവരുടെ ഫോട്ടോസ് ഒന്ന് സെലക്ട് ചെയ്തെടുക്കുക. ഞാൻ ഇവിടെ കുറച്ച് ഫോട്ടോസ് സെലക്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഫോട്ടോസൊക്കെ ഞാൻ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഓരോ ഫോട്ടോസ് വീതം സെലക്ട് ചെയ്തതിന് ശേഷം ആ ഫോട്ടോസിൻ്റെ സ്റ്റാർട്ട് പൊസിഷനും എൻഡ് പൊസിഷനും ഒന്ന് സെറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഫോട്ടോസ് സെലക്ട് ചെയ്തിട്ട് റൈറ്റ് സൈഡിൽ മേലെ 3 ഓപ്ഷനിൽ മിഡിലത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തിട്ട് സ്റ്റാർട്ട് പൊസിഷൻ എന്നുള്ളിടത്ത് നമുക്കിതൊന്ന് ജസ്റ്റ് സൂം ചെയ്ത് കൊടുക്കാം. നമ്മുടെ കൈ വെച്ചിട്ട് സൂം ചെയ്താൽ മതി. സൂം ചെയ്ത് കൊടുക്കുക. ഈ ഫോട്ടോ എൻഡ് പൊസിഷനിൽ വലിയ ചേഞ്ചസ് ഒന്നും കൊടുക്കണമെന്നില്ല. നിങ്ങളുടെ ഫോട്ടോസ് ലെഫ്റ്റ് സൈഡിലായി നിൽക്കുന്നുണ്ടെങ്കിൽ അത് കുറച്ചും കൂടി നല്ലതാണ്. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഇനി നെക്സ്റ്റ് ഫോട്ടോയിൽ പോവുക. ഇതേപോലെ തന്നെ എന്ത് ചെയ്യുക, സ്റ്റാർട്ട് പൊസിഷൻ മാത്രം സൂം ചെയ്ത് കൊടുക്കുക. എൻഡ് പൊസിഷനിൽ ലെഫ്റ്റ് സൈഡിലാണോ ഉള്ളത് എന്ന് മാത്രം നോക്കിയാൽ മതി. അത് ചെയ്തില്ലേ കുഴപ്പമൊന്നുമില്ല. അങ്ങനെ എല്ലാ ഫോട്ടോസും ഇതേപോലെ ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ എല്ലാ ഫോട്ടോസിൻ്റെയും സ്റ്റാർട്ട് പൊസിഷനും എൻഡ് പൊസിഷനും ഒന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ 2 ഫോട്ടോസിൻ്റെ ഓരോ ഫോട്ടോസിൻ്റെ ഇടയിൽ നമുക്ക് ട്രാൻസിഷൻ എഫക്റ്റ് ആഡ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് എല്ലാ ഫോട്ടോസിൻ്റെ ഇടയിലുള്ള ആ പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം ട്രാൻസിഷൻ എഫക്റ്റിൽ ഇപ്പോൾ എൻ്റെ അതിൽ ഈ ഫസ്റ്റ് വൺ റെട്രോസ്പെക്ഷൻ എന്ന് പറയുന്ന ആ ഒരു എഫക്റ്റ് സെലക്ട് ചെയ്യുക. അഥവാ അത് നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ നിങ്ങൾ സ്റ്റോറിൽ പോയിട്ട് ഡൗൺലോഡ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ അതിൽ തേർഡ് വൺ കൊടുക്കാം. അതേപോലെ എല്ലാ പ്ലസ് ഐക്കണിലും നമുക്ക് ഇതേ എഫക്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. എല്ലാത്തിലും ഞാൻ എഫക്റ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഇതിലേക്കൊരു ടെംപ്ലേറ്റ് ആഡ് ചെയ്യണം. ആ ടെംപ്ലേറ്റ് വേണ്ടവർ എന്ത് ചെയ്താൽ മതി, ഞങ്ങളുടെ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്താൽ മതി. വാട്സാപ്പ് ഗ്രൂപ്പിൽ വേണമെങ്കിൽ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അതിലും പോസ്റ്റ് ചെയ്യാം. അപ്പോൾ നമുക്കതിന് വേണ്ടിയിട്ട് ലെയർ ഓപ്ഷനിൽ പോവുക, മീഡിയയിൽ പോവുക. മീഡിയയിൽ നിന്ന് എവിടെയാണോ ടെംപ്ലേറ്റ് ഉള്ളത് അതൊന്ന് സെലക്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ ടെംപ്ലേറ്റ് സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഫിൽ സ്ക്രീൻ കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് റൈറ്റ് സൈഡിൽ 3 ഓപ്ഷനിൽ മിഡിലത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അതിൽ സെക്കൻഡ് വൺ കൊടുക്കുക, ടിക്ക് കൊടുക്കുക. ഇനി ഇതൊന്ന് സ്ക്രീനിൽ ബ്ലെൻഡ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒന്നും കൂടി ഈ ലെയർ സെലക്ട് ചെയ്യുക, താഴോട്ടേക്ക് പോവുക. അതിൽ ബ്ലെൻഡിങ്ങിൽ സ്ക്രീൻ കൊടുക്കുക, ടിക്ക് കൊടുക്കുക. അപ്പോൾ ഇതെനിക്ക് എൻ്റെ ഫോട്ടോസിനെക്കാളും കുറച്ച് ലെങ്ത്ത് കൂടുതലുണ്ട്. അപ്പോൾ ഞാനിതൊന്ന് ഫോട്ടോസിൻ്റെ ലെങ്ത്ത് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം സെറ്റായി. ഇത്രയേ ഉള്ളൂ വീഡിയോ. ഞാൻ ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് കാണിച്ചു തരാം. അതിനു മുന്നേ ഞാൻ സൗണ്ട് ഒന്ന് മ്യൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് വീഡിയോ ഉണ്ടാവുക. വലിയ പണിയൊന്നുമില്ല, 5 മിനിറ്റിൻ്റെ കാര്യമുള്ളൂ. ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക, കുറച്ച് ഫോട്ടോസ് ആഡ് ചെയ്യുക. ഫോട്ടോസിൻ്റെ ഇടയിൽ ട്രാൻസിഷൻ എഫക്റ്റ് കൊടുക്കുന്ന അതിൻ്റെ സ്റ്റാർട്ട് പൊസിഷനും എൻഡ് പൊസിഷനും ആദ്യം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിടണം. എന്നിട്ട് അതിനുശേഷം നമ്മുടെ ടെംപ്ലേറ്റ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. വലിയ പണിയൊന്നും ഇല്ലാണ്ട് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നത്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. അതേപോലെ ഈ വീഡിയോ കാണുന്നവരിൽ ആരെങ്കിലും ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളുടെ സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.